ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഇന്റഗ്രേഷനെ കുറിച്ചാണ്. സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക്. അപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കാത്തവർക്ക് വേണ്ടിയും കൂടെ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മെസ്സേജ് സെൻട്രിക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇവന്റ് ഡ്രിവൺ ആപ്ലിക്കേഷൻ ഇതിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ ആപ്ലിക്കേഷനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ വെളിയിലുള്ള ആപ്ലിക്കേഷനുമായിട്ടോ ഈ തരത്തിലുള്ള ആപ്ലിക്കേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക്. അതിൽ രണ്ടാണ് നമ്മൾ പറഞ്ഞത്. മെസ്സേജ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ ആപ്ലിക്കേഷനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ വെളിയിലോട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെസ്സേജ് ഡ്രിവൺ. അതായത് മെസ്സേജുകൾ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജാവ മെസ്സേജിംഗ് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ, അതുപോലെ തന്നെ ഇവന്റ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കും, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ. സോ ഇങ്ങനെ ഉള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് മെസ്സേജ് കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കുറെ എൻ പോയിന്റ്സ് ഉണ്ട് ഈ സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക്. എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്കിലുള്ള കുറെ ടേംസ് ആണ്. അതായത് അങ്ങനെ കുറെ ടേംസുകളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെസ്സേജ്. അപ്പൊ നമ്മൾ മെസ്സേജാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജാണ്. അതുപോലെ തന്നെ ഒത്തിരി എൻ പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടേംസ് ആണ്. ഈ ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോരോ ടേംസിനെയാണ് നമ്മൾ ഈ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ പോയിന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ എന്തൊക്കെ എൻ പോയിന്റ്സ് ആണുള്ളത്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ് എന്നൊക്കെ നമ്മൾ ഇതിൽ പറയും. അപ്പൊ ഇത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെസ്സേജിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു എയിലിരുന്ന് ബിയിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എ ടു ബി ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സപ്പോസ് ഒരു പൈപ്പ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ പൈപ്പിനെ നമ്മുടെ ഈ സ്പ്രിംഗ് ഇന്റഗ്രേഷന്റെ ടൈമിൽ എന്താ പറയുന്നത് വെച്ചാൽ ചാനൽ എന്ന് പറയും, മെസ്സേജ് ചാനൽ എന്ന് പറയും. ഓക്കെ, സോ സോഴ്സ് എ, സോഴ്സ് ബി. അപ്പൊ എ ടു ബിയിലിരുന്ന് മെസ്സേജ് പോകുന്നത് ചാനലിനെ ആ മീഡിയമാണ് മെസ്സേജ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ എയും ബിയും ഉള്ളൂ. അതുപോലെ തന്നെ സപ്പോസ് നമ്മൾ ബിയിലിരുന്ന് വേറൊരു എൻഡ് പോയിന്റിലോട്ട് മെസ്സേജ് പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്നാ ചെയ്യും? ഇവിടെ എയിൽ നിന്നൊരു മെസ്സേജ് വരും, അവിടുന്ന് വേറൊരു മെസ്സേജ്, അല്ലെങ്കിൽ ആ മെസ്സേജിനെ മോഡിഫൈ ചെയ്തോ മോഡിഫൈ ചെയ്യാതെയോ വേറൊരു എൻഡ് പോയിന്റിലോട്ട് അയക്കും. സോ ഇപ്പൊ നമ്മൾ ഒരു എൻഡ് പോയിന്റിന്റെ കാര്യം പറഞ്ഞുള്ളൂ, മെസ്സേജ് ചാനലിന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ അയക്കുന്ന മെസ്സേജുകളുണ്ട്. ഇതിനെ അയക്കുന്ന മെസ്സേജിന് രണ്ട് പാർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹെഡർ പാർട്ടും ഉണ്ട്, ഒരു പേലോഡും ഉണ്ട്. ഹെഡർ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജിനെ കുറിച്ചുള്ള മെറ്റാഡാറ്റയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആ മെസ്സേജ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഹെഡർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻ മെറ്റാഡാറ്റ എന്ന് പറയും. അതായത് ഡാറ്റ എബൌട്ട് ദ ഡാറ്റ, അതാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേലോഡ്, ഈ മെസ്സേജിലെ ഒറിജിനൽ ആയിട്ടുള്ള ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ, അതിന്റെ ഇൻഫർമേഷൻ ഒക്കെയാണ് ഹെഡറിൽ പറയുന്നത്. ഈ ഡാറ്റ എന്ന് പറഞ്ഞാല് അതുപോലെ ഡാറ്റ എന്നിപ്പോ നമ്മൾ പറഞ്ഞു പേലോഡ് ഉണ്ട്, ഹെഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പേലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഒറിജിനൽ ഡാറ്റ. അപ്പൊ പേലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാവ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ബീൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ജാവ ഒബ്ജക്ട്, ആ ജാവ ഒബ്ജക്റ്റിന്റെ അകത്താണല്ലോ ഡാറ്റ ഇരിക്കുന്നത്. അതിപ്പോ ഒരു XML ഫോർമാറ്റിലോ അല്ലെങ്കിൽ JSON ഫോർമാറ്റിലോ ഉള്ള ഡാറ്റ ആയിരിക്കും ഇത്. അപ്പൊ അതാണ് പേലോഡ് എന്ന് പറയുന്നത്. സോ ഒരു പേലോഡിനെ, അതായത് ഒരു മെസ്സേജിനെ ഒരു സോഴ്സിൽ നിന്ന് വേറൊരു സോഴ്സിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു മെസ്സേജ് ചാനൽ വഴി. ഇപ്പൊ നമ്മൾ രണ്ട് എൻഡ് പോയിന്റ് നമ്മൾ കണ്ടു. ഒന്ന് മെസ്സേജ് ചാനൽ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞാണ് മെസ്സേജിന്റെ ടൈപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ കുറെ എൻഡ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം. അതൊക്കെയാണ് അഡാപ്റ്റർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ റൗട്ടർ ഉണ്ട്, സർവീസ് ആക്ടിവേറ്റർ ഉണ്ട്, ഗേറ്റ് വേ ഉണ്ട്, എൻറിച്ചർ ഉണ്ട്, ട്രാൻസ്ഫോർമർ ഉണ്ട്. സോ ഇങ്ങനെ കുറെ എൻഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എൻഡ് പോയിന്റ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഈ എൻഡ് പോയിന്റ്സ്, ഇപ്പൊ ഈ എല്ലാ എൻഡ് പോയിന്റ്സും വേണമെന്നില്ല. അപ്പൊ ഇതിലേതെങ്കിലും ഒക്കെ എൻഡ് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ എൻഡ് പോയിന്റ്സ് ഒക്കെ, അതിപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അഡാപ്റ്റർ ഒന്നെങ്കിൽ നമ്മൾ മാനുവലായിട്ട് എഴുതണം, മാനുവലായിട്ട് അതിന്റെ കോഡിംഗ് എല്ലാം എഴുതിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക, ഇപ്പൊ നമുക്ക് ഒരു ഡാറ്റ ഉണ്ട്. അപ്പൊ ആ ഡാറ്റ വേറൊരു സ്ഥലത്തോട്ട് അയക്കണമെങ്കിൽ
അത് ഒത്തിരി സോഴ്സിൽ നിന്ന് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഡാറ്റ വരുന്നതും അല്ലെങ്കിൽ ആ ഡാറ്റ പോകുന്നതും ഒത്തിരി സോഴ്സിലോട്ടായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡാറ്റ പറഞ്ഞത് ഒരു ഡാറ്റാബേസിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അതൊരു FTP-യിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ക്യൂവിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സോഴ്സുകളുണ്ട്. അപ്പൊ ഈ ഓരോ സോഴ്സും ഈ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് ഓരോരോ അഡാപ്റ്റർ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫയലുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഫയൽ അഡാപ്റ്റർ വേണം. അതുപോലെ തന്നെ JMS അല്ലെങ്കിൽ JDBC ഇതിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് JDBC അഡാപ്റ്റർ വേണം. FTP ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് FTP അഡാപ്റ്റർ വേണം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള അഡാപ്റ്ററുകൾ വേണം. സോ ഇങ്ങനെ ഓരോ ടൈപ്പ് ഡാറ്റ സോഴ്സിനുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഓരോരോ അഡാപ്റ്ററുകൾ വേണം. അപ്പൊ നമ്മളൊന്ന് വിചാരിക്കുക, ഈ അഡാപ്റ്ററുകളെല്ലാം ഓൾറെഡി ഈ അഡാപ്റ്ററുകളെല്ലാം കൂടെ ചേർത്ത് ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് തരുവാണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും അല്ലെ. അതായത് ഇൻബിൽട്ട് ആയിട്ട് എല്ലാ അഡാപ്റ്ററുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള ഡാറ്റ സോഴ്സുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്, അപ്പൊ ആ ഡാറ്റ സോഴ്സിന് ചേർന്ന ടൈപ്പ് അഡാപ്റ്റർ, അതായത് അതിന് യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ, ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാക്കേജ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാക്കേജിനാണ് സ്പ്രിംഗ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ സ്പ്രിംഗ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാക്കേജ് എല്ലാം ഓൾറെഡി നമുക്ക് എല്ലാവരും ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു പാക്കേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ഫയൽ അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫയൽ അയക്കുന്നതിനാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ അപ്പൊ സ്പ്രിംഗ് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്കിൽ ഓൾറെഡി ഉള്ള ആ ഫയൽ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അയക്കാം. അതുപോലെ തന്നെ ഈ അഡാപ്റ്ററുകളൊന്നും പറ്റില്ല, നമുക്ക് വേറൊരു അഡാപ്റ്ററാണ് നമ്മുടെ ആവശ്യത്തിന് പ്രത്യേക രീതിയിൽ നമുക്ക് വേറൊരു അഡാപ്റ്റർ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ഇങ്ങനെ അഡാപ്റ്ററുകളെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ ഇങ്ങനെയുള്ള ഈ അഡാപ്റ്ററുകൾ, ഫിൽറ്ററുകൾ, റൗട്ടർ, നമ്മൾ പറഞ്ഞ എൻ പോയിന്റ്സ് എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ചേർന്ന ഒറ്റ ഒരു ഫ്രെയിംവർക്ക്, അതായത് ഇവന്റ് ഡ്രിവണോ അല്ലെങ്കിൽ മെസ്സേജ് സെൻട്രിക്കോ ആയിട്ടുള്ള ആപ്ലിക്കേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വെളിയിലായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്കാണ് സ്പ്രിംഗ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്